എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മിത്രയ്ക്ക് കാല് മുറിഞ്ഞാലും മിത്രയുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആരും തന്നെ അത്ര വേണ്ട വിധം തന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഈ സമയം രാത്രിയെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കിടന്നു കഴിഞ്ഞിട്ട് ആരും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, മിത്ര തനിച്ചാണ് അവിടെ കിടക്കുന്ന മുറിയില്. ഒരു പക്ഷേങ്കില് ഇനിയിപ്പോ രാത്രി അവൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമോ, വാഷ്റൂമിൽ എങ്ങാനും പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യും? തനിച്ച് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവളെ ഹെൽപ്പ് ചെയ്യണമല്ലോ. പിന്നീട് പതുക്കെ ആരും അങ്ങോട്ട് എഴുന്നേക്കണം. എഴുന്നേറ്റ് നേരെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവളെ വിളിക്കണോ, നീ വിളിച്ചിട്ട് പറഞ്ഞാലോ, എന്തെങ്കിലും ആവശ്യമുണ്ടായി വിളിക്കാനായിട്ട്. പിന്നീട് ആര്യൻ എന്ത് ചെയ്യണം, മിത്ര കിടക്കുന്ന ആ മുറിയിൽ തന്നെ കൊണ്ടുപോയി അങ്ങനെ ഷീറ്റൊക്കെ വിരിക്കുകയാണ്. ഷീറ്റും പായൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. ഈ സമയം മിത്ര ഇടയ്ക്ക് കണ്ണു തെളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. മിത്ര ഒരു നിമിഷം ഓർത്തു ഇത് എന്ത് പറ്റിയെന്ന് ഓർത്തു. അങ്ങനെ മിത്ര നോക്കുന്നിടപ്പത്തേനും ആര്യൻ പറഞ്ഞു, അതെ, ഞാനിവിടെ വന്ന് കിടക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നീ തെറ്റിയിരിക്കൊന്നും വേണ്ട കേട്ടോ. നിനക്ക് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകാനായിട്ടൊക്കെ, അതുകൊണ്ടാണ് ഞാൻ വന്നേ. എന്തേലും ആവശ്യം ഉണ്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണ. ഓ, ഇനിയിപ്പം നിനക്കത് പറഞ്ഞാൽ മതിയല്ലോ, എന്നിട്ട് നാളെ പറയും ഞാൻ വയ്യാതെ കിടന്നു കഴിഞ്ഞിട്ട് എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന്. അങ്ങനെ പറയാനല്ലേ, അത് കുഴപ്പമില്ല ആര്യ, ഇനി ഞാൻ തന്നെ പോയിക്കോളാന്ന് പറയണം. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. പക്ഷെ എന്നാലും രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നി. പിന്നീട് മിത്രയെ പതുക്കെ കോരി എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് നിർത്തുന്നൊക്കെ ഉണ്ട്. കാരണം ഇതുവരെ മിത്രയ്ക്ക് ഇങ്ങനെ ഒരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും ആരുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. കാല് മുറിഞ്ഞാൽ എന്താ എന്നാണെങ്കിലും നല്ലൊരു കാര്യം നടന്നില്ലേ, തന്നോട് കൂടുതൽ അടുത്തില്ലേ, അങ്ങനെ ഒരു ചിന്തയൊക്കെ മിത്രയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. ഈ സമയത്ത് ആകെ പഴ ടെൻഷനിലാണ് ആനന്ദ്. കാരണം ആനന്ദിന് എന്ത് ചെയ്യണം നടത്തില്ല. ഇന്നാണ് ഇനിയിപ്പം ആ കുട്ടീനെ കാണാൻ പോണെന്ന് പറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഉള്ള സമാധാനം കൂടെ പോയിട്ടിരിക്കുകയാണ് ആനന്ദിന്റെ. ഈ സമയം ഗോമതി എന്നിട്ട് പറഞ്ഞു, നീ എന്താടാ ഇങ്ങനെ എഴുന്നേക്കായിരിക്കുന്നേ, എഴുന്നേക്ക് ആനന്ദേ, എഴുന്നേറ്റ് ഇത് റെഡി ആയിട്ട് വരാൻ പറയണം. ദേ അച്ഛൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വന്നിട്ട് വിളിക്കാൻ തുടങ്ങും. താമസിച്ചു പോയിട്ടുണ്ട്, അച്ഛന്റെ സ്വഭാവം അറിയാലോ. അമ്മേ, ദൈവത്തെ ഓർത്ത് എന്നെ കുരിക്കിൽ നിന്ന് രക്ഷിക്കാൻ പറയണേ. ഏത് കുരിക്കിൽ നിന്ന്? അമ്മ, എനിക്ക് കല്യാണം വേണ്ടമേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ആനന്ദേ, ഞാൻ ആയിരിക്കില്ല നിനക്കിട്ട് തരാൻ പോന്നെ, നിന്റെ അച്ഛനായിരിക്കും. നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ നോക്കാൻ പറയണം. ഈ സമയം ആനന്ദിന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നു. ആരിനെ ഒന്ന് വിളിച്ചാലോ, ആരിനെ വിളിക്കുവാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു സപ്പോർട്ട് തന്നാലോ. അങ്ങനെ കരുതി നേരെ ആരിനെ വിളിക്കണം. ആ സമയം ആര്യൻ അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആരിനെ വിളിച്ചിട്ട് ആനന്ദ് പറഞ്ഞു, അതെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയാം. എന്ത് ഹെൽപ്പ്? അതെ, നീ വീട്ടിൽ വരെ വരുമോന്ന് ചോദിക്കാം. വീട്ടിലേക്ക് വരാനാ? ഞാനോ? അതേടാ, ഇപ്പൊ എന്താ ആനന്ദന്റെ കാര്യം എന്താ? അതെ, എനിക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും അത് മുടക്കണമെന്ന് പറയാ. കല്യാണം മുടക്കാനാ? നല്ല കഥയായിപ്പോയി. എന്നിട്ട് വേണം അച്ഛൻ എന്നെ ഓടിക്കാൻ അല്ലേന്ന് ചോദിക്കാം. അത് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. അതെ, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ പ്രത്യേകിച്ച് കല്യാണം മുടക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കാണ്ട് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. ആനന്ദാണ് ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. അല്ല, അത് പിന്നീട് ആര്യ, ഞാൻ എന്താളും വരാനൊന്നും പോകുന്നില്ല. അത് മാത്രല്ല, ഇവിടെ മിത്രയുടെ കാല് കുപ്പിച്ചിലോണ്ട് മുറിഞ്ഞിരിക്കുക. എനിക്ക് അവളെ ഇട്ടിട്ടോടെ അടുത്തേക്കും പോകാനൊന്നും വരാനൊന്നും പറ്റത്തില്ല. അതെ, ആനന്ദേണ്ണ അച്ഛനും അമ്മയും പറയുന്നതും കൂടെ അനുസരിച്ചാൽ മാത്രം മതി. ഇനിയിപ്പം അതിനകത്ത് എന്ന് ഇടങ്കോലിട്ട് അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട. അച്ഛന്റെ സ്വഭാവം അറിയാലോ. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദിന് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. ഏക ഒരു പ്രതീക്ഷ ആരനായിരുന്നു. അവൻ വന്ന് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ച് എങ്ങനെയാലും ഈ കല്യാണം മാറ്റിവെക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രതീക്ഷയും കൂടെ പോയി. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ലെന്ന് തോന്നേ. അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട്, ആഹാ, ഇവിടെ ഒന്ന് സ്വപ്നം കണ്ടോണ്ടിരിക്കണോ? കല്യാണം കഴിഞ്ഞല്ലോ, അതിനു മുമ്പ് സ്വപ്നം കാണിച്ച് തുടങ്ങിയെന്ന് ചോദിക്കും. ഇങ്ങോട്ട് വന്നേ, റെഡിയാണ്ടേ പോണ്ടേ എന്നൊക്കെ ചോദിക്കണം. പിന്നെ ആനന്ദ് നോക്കിയപ്പോൾ ആനന്ദിന് ഒരു വഴിയില്ല. കാരണം ഇനിയിപ്പം ഇവിടെ കിടന്ന് ഗുസ്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വായ നല്ലത് ചീത്തയേക്കും. അത് മാത്രമല്ല, അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആനന്ദ് പിന്നെ പോയി റെഡിയാവാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം രാവിലെ എഴുന്നേറ്റ് ആര്യൻ അടുക്കള കയറി അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യണം. ചോറൊക്കെ വെച്ചു, അല്ലെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ കാര്യം, തയ്യോ അവൾക്ക് കാപ്പി കൊണ്ട് കൊടുത്തില്ലെന്ന്. പിന്നെ ആനൊരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കണം മിത്രയ്ക്ക്. മിത്രയോട് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. എനിക്കറിയാം നീ വെറുതെ എന്നെ സൂചിപ്പിക്കുന്ന, ഈ കാപ്പിക്കൊന്നും ഈ പറയുന്ന ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. അതൊന്നും കുഴപ്പമില്ല ആര്യ, ഇങ്ങനെയല്ലേ നമ്മൾ ഓരോന്നൊക്കെ പഠിക്കുന്നേ, അതിനകത്തൊരു കാര്യമില്ലെന്ന് പറയണം. പിന്നീട് ആര്യം പറഞ്ഞതേ, ഞാന് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ പോകുന്നില്ലെന്ന് വെച്ചു. അതെന്താ? ഞാൻ പോയിട്ടുണ്ട്, നീ ഇവിടെ തനിച്ചാവൂല്ലേ, നിനക്ക് വാഷ്റൂമിൽ പോകണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരെങ്കിലും കൂട്ട് വേണ്ടതെന്ന് ചോദിക്കാം.
അത് കുഴപ്പമില്ലാരിയ, ഞാനിവിടെ ഇരുന്നോളാം, വെറുതെ എന്തിനാ ഇവിടെ, എനിക്ക് കൂട്ടിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. അത് സാരമില്ല, ഞാൻ ഇന്ന് ലീവ് എന്തായാലും വിളിച്ച് പറയാൻ പോകാന്ന് പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആൻ രാവിലെ തന്നെ വിളിച്ച് ലീവ് പറയുവാണ്. ലീവ് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് മിത്രയോട് പറഞ്ഞു, ഇനി ഇപ്പൊ പേടിക്കാനില്ല, ലീവ് പറഞ്ഞു എന്നൊക്കെ മിത്രയോട് പറയണം. അതെ, എനിക്ക് കുറച്ച് ജോലികളുണ്ട്, ഞാൻ പോയി മിറ്റമൊക്കെ ഒന്ന് അടിച്ചിരട്ടെ എന്നും പറഞ്ഞിട്ട് മിറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ ആരും പോയി മിറ്റം അടിക്കാണ്ട് തുടങ്ങി. ഈ സമയമാണ് അകത്തുനിന്ന് മിത്ര ആര്യനെ വിളിക്കുന്നത്. ആര്യനെ ഓടിച്ചെന്ന്, എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെ, എന്നെ ഒന്ന് എടുത്തോണ്ട് അങ്ങോട്ട് പോകാന്ന് ചോദിക്കൂ. എങ്ങോട്ട്? അതെ, ആ തിണ്ണയിലേക്ക്. തിണ്ണയിൽ എന്തിനാ പോണേ? അതിപ്പോ ആരിനോടെ മിറ്റൊടിക്കല്ലേ, ഞാൻ ഇവിടുന്ന് ബോറടിച്ചു, ഈ മുറിക്ക് അത് തന്നെ ഇരുന്നിട്ട്, അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടാന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആരും പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കാല് വയ്യാത്ത ആണല്ലോ, പാവാണല്ലോ എന്നൊക്കെ ഓർത്തണം നിനക്ക് ഞാൻ ഈ ഫേവറൊക്കെ ചെയ്തു തരുന്നേ, അതിനനുസരിച്ച് നീ എന്റെ തലേ കയറി നിരങ്ങുവാണെന്ന് നിൽക്കും. അത് പിന്നെ ആര്യ, അതുകൊണ്ടല്ല. എന്തുകൊണ്ടല്ല? അല്ല, അത് പിന്നെ എനിക്ക് അവിടെ വന്നിരിക്കാൻ തോന്നിയിട്ടാന്ന് പറയാം. ശരി ശരി. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാല് മുറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ കിടന്ന് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ആയിക്കോട്ടെ, എന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് കൊണ്ടേ ഇരുത്താൻ പറയണം. അങ്ങനെ മിത്രനെ ആരും അവിടെ കൊണ്ടേ ഇരുത്തുവാണ്. ആ തിണ്ണയുടെ ഇരുത്തുവാണ്. അങ്ങനെ ആരും മിറ്റം അടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. മിത്രം നോക്കി നിൽക്കുക, ആരും മിറ്റമൊക്കെ അടിക്കുന്നത്. അതിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരും ഇങ്ങനെ തല കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ മിത്രം തന്നെ നോക്കിയിരിക്കുന്നുണ്ടേ. പെട്ടെന്ന് ആരും എന്തോ ഒരു ചമ്മലൊക്കെ തോന്നി. ആരും ചോദിച്ചു, എന്താ മിത്ര, എന്താ നോക്കണേ നിൽക്കുക? ഒന്നുമില്ലാന്ന് പറയണം. എന്ത് രസമല്ലേ നമ്മൾ തമ്മിലുള്ള ജീവിതം, ഒരു പക്ഷെ വീട്ടിലായിരുന്നെങ്കിൽ ഈ സുഖവും സന്തോഷവും കിട്ടുമായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് ആരും പറഞ്ഞു, വീട്ടിൽ എന്താ കുഴപ്പം? അല്ല, വീട്ടിലാണെങ്കിൽ ആരും എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ലോ, എന്റെ കാലൊക്കെ മുറിഞ്ഞാൽ തന്നെ അമ്മേനോ അല്ലെങ്കിൽ മീനാക്ഷി ചേച്ചിനെ ഏൽപ്പിക്കുകയല്ലേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ലേ ആരും ഇതൊക്കെ ചെയ്തു തരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട ആരും പറഞ്ഞു, അതന്നെയാ, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടൊന്നും അല്ലെന്ന് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആരിനെ ഒന്ന് നോക്കി. ആരിനെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആരിന്റെ മനസ്സ് നിറയെ തന്നോടുള്ള സ്നേഹമെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ തനിക്കൊരു ആപത്ത് വന്നപ്പോൾ തന്നെ ഓടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും തന്നെ ഇത്രമാത്രം കെയറിങ് ചെയ്യുന്നതൊക്കെ. ആരിനെ തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം മിത്രയ്ക്കും അറിയാം. പക്ഷെ ആരിനത് തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം. ഈ സമയത്ത് മിഥുനെ അലോക് വിളിക്കണം. അലോക് വിളിച്ചിട്ട് വന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറയണം. അതിനെന്താ അലോകെ, നമുക്ക് കാണാന്ന് പറയണം. അങ്ങനെ മിഥുനും അലോകും തമ്മിൽ കാണുവാണ്. കാരണം അലോകിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അച്യുതനും അലോകിനും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാവും. കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കണം. ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എങ്ങനെയാ മിഥുനോട് പറയുന്നത് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം, അതിന് പ്ലേസ് വേണമെന്നൊക്കെ. പക്ഷെ അല്ലാതെ അലോക് മിഥുനെ വിളിച്ചു വരുത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം, മിത്രയെ കുറിച്ചൊക്കെ സംസാരിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിഥുൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പെങ്ങൾ ഒളിച്ചോടി പോയല്ലേ, അത് വെറുതെ അല്ല പോയത്, 101 പവന്റെ സ്വർണം കൊണ്ടല്ലേ പോയത് ആ ആരിനോടൊപ്പം. ആ ആരിനൊരു പക്ക ഫ്രോഡാ, അതെനിക്ക് മുമ്പേ അറിയാവുന്ന കാര്യ. പലതവണ ഞാനും അവൻ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്ന് അലോകിനോട് മിഥുൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ആലോചിച്ചു, ആഹോ, അപ്പൊ എല്ലാവരുടെ ശത്രു അവനല്ലേ നിൽക്കണം. അതെ, തക്കം പാർത്ത് കിട്ടിയിട്ടുണ്ട്, അവനെ ശരിയാക്കാൻ വേണ്ടി ഞാനും ഇരിക്കുന്ന അലോകെന്ന് പറയണം. എന്റെ ശത്രു അവൻ തന്നെയാന്ന് പറയണം. ഇപ്പൊ തന്നെ അവനും അവന്റെ വീട്ടുകാരും തമ്മിൽ, അല്ല വീട്ടുകാരും കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്ന് അറിയാമെന്ന് ചോദിക്കാം. ഇത് കേട്ടും ഇതിനൊന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു, അല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ അലോകെ ഉണ്ടായെന്ന് ചോദിക്കാം. പിന്നീട് അവിടെ നടന്ന് ടി വിക്കകത്ത് ന്യൂസ് വന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മിഥുൻ ചോദിച്ചു, അയ്യോ അപ്പൊ ഇത് പുലുവായാലോ, ഇനി പിന്നെ എന്ത് ചെയ്യും? അതെ, തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം എങ്ങോട്ടെങ്കിലും, അതൊരു പോംവഴിയുള്ളെന്ന് പറയാം. അല്ല ഇപ്പം മാറി നിൽക്കാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ ഉദ്ദേശിച്ചേ? വല്ല ബാംഗ്ലൂർക്കോ ഊട്ടിക്കോ അങ്ങനെ എന്തേലും ഒരു സ്ഥലത്തേക്ക്. ഇനി മിഥുൻ അവിടെയൊക്കെ പിടിപാടുണ്ടെന്നല്ലേ പറഞ്ഞേ. മിഥുനൊരു കാര്യം ചെയ്യാവോ? അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് ചോദിക്കാം. ഞാനും ഉണ്ട് അച്ഛനും ഉണ്ട്, ഇവിടെ നിന്നിട്ടുണ്ടെ ശരിയാത്തില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിഥുനൊന്ന് ആലോചിച്ചു, തന്റെ കോർട്ടിലെ ഇപ്പൊ ബോൾ കിടക്കുന്നേ, അപ്പൊ താൻ രക്ഷപ്പെട്ടു. ഈ ഒരു അവസരം മാക്സിമം വിനിയോഗിക്കുവാണെങ്കിൽ തനിക്ക് ഇവന്റെ കമ്പനിയിൽ കയറി പറ്റാം. പിന്നെ താൻ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നീട് മിഥുൻ പറഞ്ഞു, ഇതാണ് കാര്യം, ഇത് നിസ്സാര കാര്യമല്ലേ, ഒരു കാര്യം ചെയ്യാം. കൊടൈക്കനാലില് എന്റെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട്, പിന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി, അവിടെ സേഫ് ആയിട്ട് താമസിക്കാം, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറയാം. കേട്ടാ അലോ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ലോ. വേറെ എന്ത് കുഴപ്പം, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അങ്ങനെ അച്യുതനെ അലോകിനെയും കൂടെ കൊടൈക്കനാലിലേക്ക് പറഞ്ഞു വിടുക. മതി, അവിടെ പോയി കിടന്നോട്ടെ രണ്ടെണ്ണം കൂടെ. തന്റെ ചതി എന്താണെന്ന് ഇവരറിയാൻ പോകുന്നില്ല. കാരണം ഇവരുടെ മനസ്സിൽ എന്താ, ചതിച്ചത് ആര്യനാണ്, 101 പവനും കൊണ്ട് അവൻ മുങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനേക്കാൾ ഉപരി ഇവർക്ക് വേറൊന്നും അറിയത്തില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന ബാലന് ഗോമതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഗോമതിന് ശരി ബാലേട്ടാന്ന് പറയണം. അങ്ങനെ രാവിലെ തന്നെ എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. ക്ഷേത്രത്തിലേക്ക് പോയി കഴിയുമ്പോൾ ആനന്ദിന് ചങ്ങിനകത്ത് വല്ലാത്തൊരു ഇടിപ്പാ. ധർമ്മം ചോദിച്ചു, എന്താ ആനന്ദേ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും? ഒന്നുമില്ലാന്ന് പറയും. അതെ, എനിക്ക് മനസ്സിലായി നിന്റെ അവസ്ഥ എന്താന്ന്. നിനക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലല്ലേ എന്ന് ചോദിക്കണം. ഇത് ധർമ്മമാമ, ഞാൻ പറഞ്ഞല്ലോ, നീ പേടിക്കാതെ വാടാ മോനെ, എങ്ങനെയൊക്കെ ആദ്യമൊക്കെ അതൊക്കെ മാറിക്കോളും. നീ ഇങ്ങോട്ട് വാ, പെൺകുട്ടിയെ കണ്ടു കഴിയുമ്പോൾ നിനക്ക് എന്താണോ ഇഷ്ടമെന്ന് പറയാം. പിന്നെ ഉറക്കെ പറയണ്ട ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമൊന്നും.
കാരണം അളിയൻ ഇതെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേ നിന്റെ കല്യാണമല്ല അടിയന്തരമായിരിക്കും നടക്കാൻ പോണെന്ന് പറയാം. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, അത് പിന്നെ ധർമ്മമാമ, ഒരു ധർമ്മമാമ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അറിയാലോ. കല്യാണപ്രായം കഴിഞ്ഞ പിന്നെ കല്യാണം കഴിക്കണം. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെ കിട്ടാതെ വരും. പിന്നെ അന്നത്തെ കാലത്ത് കൈയും കാലും അടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ അവര് ക്ഷേത്രത്തിലേക്ക് ചെന്നു. ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഉദയഭാൻ സാറും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കൂടെ അവർ നിൽക്കുകയാണ്. ഈ സമയം ആനന്ദ് പറഞ്ഞു, ഇപ്പൊ തന്നെ സമയം കുറെ ലേറ്റ് ആയി, നമുക്ക് പോയാലെന്ന് ചോദിക്കുകയാണ്. ഏയ് ലേറ്റ് ആയിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഗോമതി വരുവാണ്. അല്ല അവര് പറഞ്ഞിരിക്കുന്ന സമയം ആവുന്നല്ലോ, നമ്മളില്ലെങ്കിൽ നേരത്തെ വന്നിന്ന് ചോദിക്കണം. ബാലൻ പറയാൻ അത് ശരിയാന്ന് പറയണ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാർ വന്നിന്നെ. കാറിനകത്തുനിന്ന് ആദ്യം ഉദയഭാൻ സാർ ഇറങ്ങിയത്. പിന്നീട് അവരുടെ ഭാര്യ ഇറങ്ങി. അവസാനമാണ് അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ആള് ശ്രീദേവി. ശ്രീദേവിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ട ഗോമതിക്കും ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറെ നാളുകൾ കൂടിയായിട്ടാണ് ഇങ്ങനെ ഇത്ര നല്ല സുന്ദരിയായിട്ടുള്ള കുട്ടിയെ കാണുന്നേ. കാരണം ഇത്രയും ഇത് അല്ല ഇവന് ആനന്ദിന് ഇതിനു മുമ്പ് കുറെ പെണ്ണൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത്ര ഐശ്വര്യമുള്ളൊരു മുഖമുള്ള പെൺകുട്ടി ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ എന്തായാലും ഗോമതിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സമയം ആനന്ദം കൂടി തിരിഞ്ഞിരിക്കുമായിരുന്നു. സർവ്വദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്റെ ദൈവമേ കാത്തോണേ, ദേ ഈ കല്യാണമെങ്കിലും ഉഴപ്പി പോണെന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ദേ ആനന്ദനെ പെണ്ണ് വന്നല്ലോ, ആനന്ദേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വന്നല്ലോ എന്ന് പറയണം. ഒരു നിമിഷം ആനന്ദ് ഒന്ന് പതറി നോക്കുകയാണ്. നോക്കുമ്പോഴാണ് നല്ലൊരു അപ്സരസനെ പോലെ ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നേ. ഒരു നിമിഷം ആനന്ദ് പോലും പകച്ചുപോയി. നല്ല സുന്ദരിയായിട്ടൊരു പെങ്കൊച്ച് കൊള്ളാലോ എന്നുള്ള ചിന്ത ആനന്ദിന്റെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ അവര് കല്യാണ കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.